ഷാരോൺ വധക്കേസ് കേരളത്തിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു കേസാണ്. അതിൽ ഗ്രീഷ്മ എന്ന പെൺകുട്ടി തൻ്റെ കാമുകനെ കൊലപ്പെടുത്തുകയാണ്. അവർ കഷായം കൊടുത്തോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതോ ജ്യൂസ് കൊടുത്തിട്ടാണ് തൻ്റെ കാമുകനെ കൊല്ലുന്നത്. തനിക്ക് നല്ലൊരു വിവാഹം വന്നിട്ടുണ്ട്. ആ വിവാഹം ഏകദേശം ഉറപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. കാമുകനെ ഒഴിവാക്കണം. ജാതകം നോക്കിക്കഴിഞ്ഞപ്പം ആദ്യത്തെ ഭർത്താവ് വാഴുകയില്ല എന്നും കണ്ടെത്തി. ഒട്ടും താമസിച്ചില്ല, ഗ്രീഷ്മ പരിപാടികൾ തുടങ്ങി. വലിയ കോൺട്രവേഴ്സ്യലായ കേസായിരുന്നു അത്. എല്ലാവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്നു. ഷാരോൺ എന്ന ആ ചെറുപ്പക്കാരൻ മരണമടഞ്ഞു. വിഷം കലർന്ന അവർ ആ വൈദ്യശാലയിലുള്ള ഒരു ജ്യൂസ് കൊടുത്താണ് കൊന്നത്. ഇതിനെ സംബന്ധിച്ച് കോൺട്രവേഴ്സ്യലായ ധാരാളം പ്രസ്താവനകൾ അത് അന്വേഷണം നടത്തിയ വ്യക്തിയും അതുപോലെ തന്നെ ഗ്രീഷ്മയും അവരുടെ വായിൽ നിന്നൊക്കെ വന്നു. എന്തായാലും കുറ്റചാർജ് അന്വേഷണം പൂർത്തിയാക്കി. DYSP, ക്രൈംബ്രാഞ്ച് DYSP കുറ്റചാർജ് കൊടുത്തു കഴിഞ്ഞു. കുറ്റചാർജ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഗ്രീഷ്മയുടെ ഒരു വക്കീല്, അഭിഭാഷകൻ ശ്രീറാം പാറേക്കാട്ട് സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ പറഞ്ഞു, ഈ കേസ് നിലനിൽക്കത്തില്ല. കേസിലെ ഒരു കുറ്റചാർജ് കോടതിയിൽ കൊടുക്കേണ്ടത് SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തന്നെയാണ്. ഇത് കൊടുത്തിരിക്കുന്നത് ഒരു DYSP ആണ് ക്രൈംബ്രാഞ്ചിൽ. അങ്ങേർക്ക് കുറ്റചാർജ് കോടതി കൊടുക്കാൻ അവകാശമില്ല, അങ്ങേർക്ക് സ്റ്റേഷൻ ചാർജ് ഇല്ല എന്ന ഒരു വാദഗതി ഉന്നയിച്ചാണ് സുപ്രീം കോടതിയിലെ ആ കേസ് ചാർജ് നിലനിൽക്കുന്നതല്ല എന്ന് വാദിച്ചത്. സുപ്രീം കോടതി ഏതായാലും കൃത്യമായിട്ട് ആ വാദഗതി കേട്ടു. വളരെ ബാലിശമായി പോയി ആ വാദഗതി എന്നാണ് വിക്രംനാഥ് എന്ന ജസ്റ്റിസ് സുപ്രീം കോടതിയിലെ അദ്ദേഹത്തിൻ്റെ ഡിവിഷൻ ബെഞ്ച് പറയുന്നത്. കാരണം ഇതുവരെ അങ്ങനെ ഇന്ത്യയിൽ ഒരു വാദഗതി ഈ രീതിയിൽ കണ്ടിട്ടേ ഇല്ല. ഒരു കേസ് എടുക്കുക, സാധാരണഗതിയിൽ ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും അല്ലെ ഇന്ത്യയിൽ പൊതുവായി ഇന്ത്യയിൽ ഒരു കേസ് എടുക്കണമെങ്കിൽ അത് ലോക്കൽ പോലീസിൽ മാത്രമേ പറ്റുള്ളൂ. അവിടെ കേസെടുത്തു കഴിഞ്ഞാൽ ആ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ അത് ചിലപ്പം ഒരു DYSP കൊണ്ട് അന്വേഷിപ്പിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഉണ്ട്, അവരെ കൊണ്ട് അന്വേഷിപ്പിക്കാം. ഇതും നടന്നില്ല, CBIയിലോട്ട് ചിലപ്പം പോകാം. അപ്പം അത് നിയമപരമായി അല്ലെങ്കിൽ യാതൊരു തെറ്റും അതിനകത്തില്ല. കാരണം ഈ പോലീസ് സ്റ്റേഷനിലെ ഒരു SHO കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുക്കുന്ന പോലെ തന്നെ കേരള സ്റ്റേറ്റ് മുഴുവൻ ഒരു SHOയുടെ കീഴിലാണ് ക്രൈംബ്രാഞ്ചിൻ്റെ. ഞാൻ അവിടുത്തെ SHO ആയിരുന്നു. ക്രൈംബ്രാഞ്ചിലെ DYSP ആയിരിക്കുമ്പം സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ മുഴുവൻ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് ഞാനായിരുന്നു, FIR തയ്യാറാക്കുന്നത് ഞാനായിരുന്നു. കാരണം പോലീസ് സ്റ്റേഷനിലെ കേസുകൾ ക്രൈംബ്രാഞ്ചിലേക്ക് വരുമ്പം ട്രാൻസ്ഫർ ചെയ്ത് വരുമ്പം അവർ അന്വേഷണം പൂർത്തിയാക്കി കുറ്റചാർജ് അവിടെ കൊടുക്കാം. കാരണം അവിടെ ഒരു SHOയുടെ ജൂറിസ്ഡിക്ഷൻ സ്റ്റേറ്റ് മുഴുവനുള്ള ഒരു DYSP ഉണ്ട്. അദ്ദേഹമാണ് തൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ DGP പറയുന്ന അല്ലെങ്കിൽ ADGP പറയുന്ന പോലെ ക്രൈംബ്രാഞ്ചുള്ള ഒരു ആ DGPയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ എൻട്രസ്റ്റ് ചെയ്യുന്ന കേസ് നിയമപരമായി ഒരു തെറ്റുമില്ല. കാരണം ക്രൈംബ്രാഞ്ച് അത് രജിസ്റ്റർ ചെയ്യുകയാണ്. അവിടെ ഒരു SHOയുടെ ജൂറിസ്ഡിക്ഷൻ സ്റ്റേറ്റ് മുഴുവനുള്ള ഒരു DYSP അത് അന്വേഷണം നടത്തിയ ശേഷം മേലുദ്യോഗസ്ഥന്മാരുടെ ഉത്തരവ് മുഖേന അത് ഒരു DYSPക്കോ SPക്കോ എൻട്രസ്റ്റ് ചെയ്യുകയാണ്. അത് ഇന്ത്യൻ നിയമപുസ്തകത്തിനകത്തുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഡൽഹി പോലീസ് ആക്ട് ഉണ്ട്, അത് യൂണിയൻ ടെറിട്ടറിയിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യാനും അങ്ങനെ ഒരു ഏജൻസി ഉണ്ട്. ആ ഏജൻസി ഡൽഹി പോലീസ് അതോറിറ്റിയാണ്. അത് പ്രത്യേക വകുപ്പും പ്രത്യേക നിയമങ്ങളും ഉണ്ട്. അതനുസരിച്ചാണ് CBI കേസ് ടേക്ക് ഓവർ ചെയ്യുന്നത്. പക്ഷേ CBIക്ക് കേരളത്തിലെ ഒരു കേസ് എടുക്കണമെങ്കിൽ, മറ്റൊരു സ്റ്റേറ്റിൻ്റെ കേസ് എടുക്കണമെങ്കിൽ അത് ഹൈക്കോർട്ടുകളോ അല്ലെങ്കിൽ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് എൻട്രസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് ടേക്ക് ഓവർ ചെയ്യാൻ അവർക്ക് കഴിയുള്ളൂ നിയമപരമായിട്ട്. അതേ രീതിയിൽ ഇവിടെ SHO മാത്രമേ ഇന്ത്യയിലെ കുറ്റചാർജ് കൊടുക്കാൻ പാടുള്ളൂ പോലീസ് സ്റ്റേഷനിലെ SHO എന്നൊരു വാദഗതിയാണ് അഡ്വക്കേറ്റ് ശ്രീറാം പാറക്കാട്ട് വെച്ചത്. അത് ആ വാദഗതി
യാതൊരു ബേസിക് നിയമത്തിൻ്റെ അടിസ്ഥാനമില്ലാതെ കൊടുത്തതാണ്. ബേസിക് നോളജ് ഇല്ല എന്ന് അതിന് പറയാനൊക്കെ ഉള്ളൂ. വളരെ ബാലിശമായ ഒരു ഗ്രൗണ്ടായി പോയെന്നേ പറയാനൊക്കെ ഉള്ളൂ. അതേതായാലും ഗ്രീഷ്മയുടെ കേസ് സുപ്രീം കോടതിയുടെ രണ്ട് ജഡ്ജസ് അത് കണ്ടു. അത് എങ്ങനെയാണ് ആ മർഡർ പ്ലാനിങ്, അത് എങ്ങനെയാണ് ആ മർഡർ ഉണ്ടായത്, അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ഇപ്പോൾ സുപ്രീം കോടതി അറിഞ്ഞു കഴിഞ്ഞു. ആ കേസ് വളരെ ശ്രദ്ധയോടെ മാത്രമേ ലോവർ കോടതി ഇനി അതിൻ്റെ ട്രയൽ നടത്തുകയുള്ളൂ. അപ്രകാരം നടത്തി 100% ശിക്ഷ വാങ്ങിച്ച് കിട്ടുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. എടുത്തുചാടി അവിടെ ഇവിടെയൊക്കെ പല കോടതികളിലും പോയി അവിടെ നിന്നൊക്കെ തട്ടും മുട്ടും വാങ്ങിച്ചുകൊണ്ട് ഗ്രീഷ്മ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ജീവപര്യന്തം തടവ് എൻ്റെ കാഴ്ചപ്പാടിൽ ഗ്രീഷ്മയ്ക്ക് ഉറപ്പായി എന്ന് ഞാൻ കരുതുന്നു.